കോഴിക്കോട് ബീച്ചിലും അതുപോലെ തന്നെ വയനാട് ചുരത്തിന്റെ മേലെയൊക്കെ കിട്ടുന്ന ആ ഒരു കാടമുട്ട മസാല ഉണ്ടല്ലോ, അത് നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പൊ എങ്ങനെയാണ് കാടമുട്ട മസാല വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി എല്ലാവർക്കും സ്പൈസ് അപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് കാടമുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് കാടമുട്ട ഓരോന്നോരോന്നായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കാടമുട്ട പുഴുങ്ങിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ നമ്മളുടെ കാടമുട്ട നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. സ്റ്റൗ എല്ലാം ഓഫ് ചെയ്ത് ഇനി നമുക്ക് ഈ ചൂടുവെള്ളത്തിൽ നിന്ന് ഈ കാടമുട്ട ഒന്ന് കോരി മാറ്റാം. ഇനി കാടമുട്ടയുടെ തോടൊക്കെ ഒന്ന് നമ്മൾ പൊളിച്ചെടുക്കുന്നുണ്ട്. എല്ലാ കാടമുട്ടയുടെയും തോട് പൊളിച്ചു മാറ്റി മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായി സ്റ്റൗവിലേക്ക് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഞാൻ പാനിന്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓയിൽ ഒന്ന് ചൂടായ ശേഷം നമ്മൾ തോട് പൊളിച്ചു മാറ്റി വെച്ച നമ്മുടെ കാടമുട്ട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കാടമുട്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അതിനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഈ കറിവേപ്പില ചൂടുള്ള വെളിച്ചെണ്ണയിലേക്കോ ഓയിലിലേക്കോ ഒക്കെ ഇടുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ല് വരാറില്ലേ? ആ സ്മെല്ല് പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷിനും അതൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും. അങ്ങനെ നമ്മൾ കാടമുട്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ അളവിലാണ് ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മസാല ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സ്റ്റൗവിന്റെ ഫ്ലെയിം കുറച്ച് വേണം വെക്കാൻ. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇതുപോലെ വഴറ്റി കൊടുക്കാം. അങ്ങനെ ഫൈനലി നമ്മളുടെ കാടമുട്ട മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പണ്ടുള്ളവർ പറയാറില്ലേ 30 കോഴിക്ക് സമമാണ് ഒരു കാടമുട്ട എന്ന്. അതോ 30 കോഴിമുട്ടയ്ക്ക് സമാണോ ഒരു കാടമുട്ട? വാട്ടെവർ, കാടമുട്ട എന്തായാലും കഴിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.